ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ജീവിതം സാക്ഷിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സരിതയുടെ കഥയാണ്. ഭർത്താവിൻ്റെ അമ്മയുടെ ക്രൂരതകൾ എല്ലാവരും പങ്കുവയ്ക്കുമ്പോൾ സരിത നൽകുന്നത് മറ്റൊരു പാഠമാണ്. 21 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഭർത്താവിനെ ഇവൾ എന്തിനു സഹിക്കുന്നു? കാണാം നമുക്ക് സരിതയുടെയും സജീവിൻ്റെയും കഥ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള അസാധാരണമായ കരുത്തുണ്ട് സരിതയ്ക്ക്. ദുരിതങ്ങളുടെ നീണ്ട കഥയാണ് അവളുടെ ജീവിതം. ശുഭപ്രതീക്ഷ ഒട്ടുമില്ലെങ്കിലും ആത്മവിശ്വാസത്തിന്റെ വെളിച്ചമുണ്ട് അവളുടെ ജീവിതത്തിൽ. നമുക്ക് കാണാം സരിതയുടെ കഥ. സരിത എവിടെന്നാ വരുന്നേ? ചിറയൻകീഴിൽ നിന്നാണ്. ആരൊക്കെ വീട്ടില്? എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരന്, 3 മക്കൾ. സരിതയ്ക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളുണ്ട്. എല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ? എവിടെയാ, അടുത്തുള്ള സ്കൂളിലാണോ? അല്ല, ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ്, അഴൂർ സ്കൂളിൽ. ഭർത്താവിൻ്റെ വീട്ടിലാണോ താമസം? ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ 1.5 ആഴ്ചയുള്ളൂ വീട്ടിൽ വന്നിട്ട്. ഭർത്താവിന് എന്താ ജോലി? തേങ്ങ വെട്ടാനാണ് പോണായിരുന്നു. സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്ന ആളാണോ? പോവില്ല, ജോലിക്ക് പോവില്ല. പോയില്ലേ? പിന്നെ എങ്ങനെയാ കഴിയുന്നേ? ഭർത്താവിൻ്റെ അമ്മയാണ് ജോലി ചെയ്യാനായിട്ട് പോണത്. അവർ കൊണ്ടുവന്നാണ് നമ്മളും കൂടി അവിടെ കഴിഞ്ഞു പോകുന്നത്. അമ്മ കൊണ്ടുവന്നിട്ടാണ് മകനും നിങ്ങളെല്ലാവരും കൂടി കഴിയുന്നത്. അമ്മയ്ക്ക് എന്താ ജോലി? അമ്മ വാർക്കപ്പണിക്കാണ് പോണത്, മേസ്തിരി പണിക്ക്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അമ്മയ്ക്ക് 60 വയസ്സാവാറാവും. പാവം, വയസ്സായ അമ്മയാണ് അയച്ചിട്ടാണോ നിങ്ങളെല്ലാം കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് അവിടെ പ്രശ്നം. അപ്പം ഞാൻ ജോലിക്ക് പോണതിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ പറയും, ഞാൻ നിനക്ക് ജോലി തരാമെന്ന് വല്ല എമൗണ്ടാ പറഞ്ഞിട്ടുണ്ടാ, ആര് പറഞ്ഞെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ വഴക്ക് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ പറയും, നീ ഒന്നും പറയണ്ട, ഞാൻ ജോലിക്ക് പോവല്ലേ, അവൻ തോന്നുമ്പോൾ പോട്ട് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ആലോചിച്ച് നടത്തിയ കല്യാണമാണോ? സ്ത്രീധനമൊക്കെ കൊടുത്തിട്ടാണോ കല്യാണം കഴിച്ചത്? എത്ര രൂപ സ്ത്രീധനം കൊടുത്തു? അന്ന് 5 പവനും 10,000 രൂപയാണ് ചോദിച്ചു വാങ്ങിയത്. നിങ്ങളുടെ വീട്ടുകാരെ അന്വേഷിച്ചു അയാൾക്ക് ജോലിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചിട്ടാണോ കൊടുത്തത്? അന്വേഷിച്ചായിരുന്നു. അന്നന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ജോലിക്കൊക്കെ പോകുമായിരുന്നു. ഇളയ മോനെ പ്രസവിച്ചതിന് ശേഷം 2 മാസമൊക്കെ ആയപ്പം അതുവരെയും തേങ്ങ ഇടാനായിട്ട് പോകുമായിരുന്നു? പോവും. അല്ല, അതിന് മുന്നേ നമുക്ക് പ്രശ്നം തന്നെയാണ്. ഇടയ്ക്കൊക്കെ പോവുള്ളൂ. പിന്നെ ജോലിയുടെ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി കുടിക്കാനും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചു. കല്യാണത്തിന് മുമ്പാണോ പിൻപാണോ? ഇതിന് കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, കല്യാണത്തിന് ശേഷം അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം അന്നും ഈ മൂത്ത മോൻ ജനിച്ച ദിവസം മുതലേ ഞാൻ എൻ്റെ വീട്ടിൽ പോവും, വാരിക്കെട്ടും പോവും, അടിക്കും പിടിക്കും. കെട്ടി പോക്കാണ്. എന്തിനാ അങ്ങനെ വഴക്ക്? ഒരു കാരണവും വേണ്ട. ഞാൻ എല്ലാവർക്കും എൻ്റെ കൂടെ സ്നേഹമേ ഉള്ളൂ, എൻ്റെ അമ്മ വീട്ടുകാർക്ക്. അയാളുടെ വീട്ടിലെല്ലാവർക്കും, എല്ലാവരും എന്നെ ജീവന് തുല്യമാണ് നോക്കുന്നത്. ആ വീട്ടിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റിയിട്ടില്ല. ഭർത്താവ് മാത്രം ശരിയല്ല, ഭർത്താവ് മാത്രം എന്നെ ജീവിക്കാൻ അനുവദിക്കൂല. എന്ത് പറയും? നീ നമ്മളിപ്പോ എല്ലാരും ഉണ്ടെങ്കിലും നമുക്ക് ഭർത്താവാണല്ലോ നമുക്ക് ജോലി ചെയ്തുകൊണ്ട് തരേണ്ടതും. ഭർത്താവ് ജോലി ചെയ്തുകൊണ്ട് തന്നെങ്കിൽ മാത്രം ആര് തന്നാലും ഭർത്താവ് തരുന്ന പോലെ ആവൂല. പിന്നെ ഇതിങ്ങനെ സഹിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കാണ് ഈ പെണ്ണ് ജീവിതത്തിൽ വന്ന്, ഒരു പെണ്ണുമായിട്ടുള്ള ബന്ധം വന്ന്. ഇളയ മോനെ പ്രസവിച്ച് എനിക്കന്ന് 23 വയസ്സ് ആവുള്ളൂ, അപ്പോഴാ വന്നത്. ആ പെണ്ണിനെ എങ്ങനെയാ പരിചയം അയാൾക്ക്? അയാളെങ്ങനെ പരിചയപ്പെട്ടതെന്നൊന്നും എനിക്കറിയില്ല. എവിടെയുള്ള പെണ്ണാ? അവരെ കൊല്ലത്തുള്ളതാണ്. പിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് മുടവൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വിവാഹം കഴിച്ച പെണ്ണാണോ? അവൻ്റെ വിവാഹം കഴിച്ച് 20 വയസ്സ് അടുപ്പിച്ചുള്ള ഒരു മോളുണ്ട്, അവർക്ക് 18 വയസ്സായ മോനുണ്ട്. അപ്പോൾ ഇവരെക്കാൾ പ്രായമുള്ള സ്ത്രീ. അവർക്ക് എന്താ ജോലി? എനിക്കതിനെപ്പറ്റി അവരെ അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെ അറിയാം? ബന്ധമുണ്ടെന്ന് മാത്രം അറിയുന്നല്ലോ അവര്. അത് ഞാൻ താമസിച്ച എൻ്റെ വീട്ടിൽ അവരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം കുട്ടി ഉള്ളപ്പോഴാണോ വിളിച്ചുകൊണ്ട് വന്നത്? ഞാൻ അവിടെ നിന്ന് ഈ പ്രശ്നം ആയി, ഞാൻ അവിടെ നിന്ന് പിണങ്ങി വീട്ടിൽ പോയി. എന്നെ അടിക്കുകയൊക്കെ അറിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ എന്നും എനിക്ക്
എന്നും നമ്മളെ വീട്ടിൽ വഴക്കാണ്. അത് എന്തൊരു വഴക്കെന്നൊക്കെ ചോദിച്ചാൽ ഈ 10-13 വർഷമായിട്ട് ജോലിക്ക് പോകാത്തതിനെ കുറിച്ചായാലും എന്തരായിരുന്നാലും ഒരുപാട് ഞെരുക്കത്തിൽ ഞാൻ അവിടെ ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ വഴക്ക് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം വഴക്ക് കൂടി ഞാൻ അങ്ങ് എന്നെ ഒരുപാട് ഉപദ്രവിക്കും, ശരിക്കും ഉപദ്രവിക്കും, അടിക്കുമായിരുന്നു, ശരിക്കും അടിക്കും. ചവിട്ടി എടുത്തിടും, പിന്നെ ചെവറിലൊക്കെ പിടിച്ചൊക്കെ തലയൊക്കെ അടിച്ച് എന്തിനാണ് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആ രീതിക്ക് അമ്മ വരുമ്പോഴത്തേക്ക് അമ്മ ഓടി വന്ന് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ ഉപദ്രവിക്കുമായിരുന്നു. അമ്മയെ ഉപദ്രവിക്കും. അപ്പോൾ അവർ പറയുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് കുറേ അനാവശ്യങ്ങൾ പറയാം. നിങ്ങൾ പിന്നെ നാത്തൂമാരായാലും അമ്മയായാലും എന്നെ നോക്കണത് എന്നിൽ എന്തൊരു ആദായമുണ്ട്, എന്നെ കൂട്ടിക്കൊടുക്കാനാണെന്ന് അങ്ങനെയൊക്കെ അനാവശ്യങ്ങളൊക്കെ അങ്ങ് പറയും അവരെയൊക്കെ. അങ്ങനെ ആയി സഹോദരങ്ങളൊക്കെ വെറുത്തുപോയി. അപ്പോൾ അവരെല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് പറയണത് നീ എങ്ങോട്ടായാലും പോ കൊച്ചുങ്ങളെയും കൊണ്ട്, നിന്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ അത് നീ പോയി നോക്ക്. ഇത്രയും വർഷമായിട്ടും ഇപ്പോൾ ഒരു 7 വർഷമായിട്ടും ഞാൻ 4 വർഷത്തോളം ഭർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാതെ എൻ്റെ അമ്മ അച്ഛനും കൂടെ ജോലി ചെയ്ത് തന്നാണ് ഞാൻ പെണ്ണിന്റെ ബന്ധം ഉണ്ടായത്. അത് അത് അല്ല അതിന് മുന്നേ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. എൻ്റെ മോനെ പ്രസവിച്ച് ഒരു 2 മാസമൊക്കെ മോനായ സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരികയാണ്. അപ്പോഴാണ് നമ്മൾ അടികൂടി ഞാൻ അങ്ങ് വീട്ടിൽ ഇറങ്ങാൻ പറഞ്ഞ് എൻ്റെ ഒരു ഇളയ കൊച്ചിനെയും രണ്ടാമത്തെ ഒരു കൊച്ചിനെയും മൂത്ത മോൻ എൻ്റെ കൂടെ വരൂലായിരുന്നു. അന്നേ അമ്മയുടെ അടുത്തേക്ക് കിടക്കുള്ളൂ, അവരുടെ അടുത്ത് നിൽക്കുള്ളായിരുന്നു. അപ്പോൾ അവ അവിടെയായിരുന്നു. രണ്ടാമത്തെ മോനെ കൊണ്ട് ഞാൻ അവിടെ നിന്ന സമയത്ത് എന്നെ അടിച്ച്. എന്നും വഴക്കുണ്ടാവോ? എന്നൊന്നുമില്ല, ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു കാരണം. വഴക്കില്ലാത്ത ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? വഴക്കില്ലാത്ത ദിവസം നല്ലതുപോലെയാണ് നമ്മളെ നോക്കണത്. പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ വഴക്കുണ്ടാക്കൂല. ഇപ്പോൾ കൂട്ടുകാരായിരുന്നാലും അവരെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് കുടിച്ചിട്ട് വന്ന് ആഹാരം ഇട് അല്ലെങ്കിൽ അതെട് ഇതെട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പറയും ഇവിടെ ആർക്കും ഒന്നും ഇങ്ങനെ കുടിക്കാൻ വരണവർക്കൊന്നും ഇവിടെ ഒന്നും ഇല്ല. വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലൊക്കെ വിളിച്ചിട്ട് അവരെ ഇരുത്തിയിട്ട് കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അവിടെ ഇരുന്ന് കൂട്ടുകൂടി അവിടെ. അപ്പം മേളിൽ കയറുമ്പോൾ ഞാൻ പറയും നാത്തൂമാരെ 2 മക്കൾ ശേഷാറ് എൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ അപ്പം ഞാൻ പറയും ഇവിടെ 2 കൊച്ചു പെൺപിള്ളേരുള്ളതാണ്, നിങ്ങൾ ഞാൻ ആൾക്കാരെ ഒന്ന് വിളിച്ച് വീട്ടിൻ്റെ മേളിൽ കൊണ്ടുവന്നു എടുത്തരുത്, ഇവിടെ ഒന്നും കൊടുക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വഴക്ക് കൂടിയിട്ടുണ്ട്. അല്ല അപ്പം നാത്തൂനൊന്നും പറയില്ലേ? നാത്തൂനൊക്കെ അപ്പുറത്തെ വീട്ടിലാണ്, അവരൊക്കെ പറയും. ആളെ അവർക്ക് എല്ലാവർക്കും പേടിയാണ്. അവരെയൊക്കെ ചെന്ന് ചീത്ത വിളിക്കാൻ. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന മൂത്ത ഇളയ നാത്തൂൻ്റെ മോള് പിന്നെ ഇവരെ കൂടെ അമ്മാമ്മയുടെ കൂടെയാണ് നിന്ന് വളർന്നത്. അങ്ങനെയാണ് ആ കൊച്ചവിടെ. അപ്പം ഞാൻ ചെല്ലുമ്പം മോളന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മൂത്ത നാത്തൂൻ്റെ മോള് ആ നാത്തൂൻ ഗൾഫിൽ പോയതിൻ്റെ പേരിൽ 2 മക്കളെയും കൂടെ ഇവിടെ അങ്ങനെ അമ്മാമ്മയുടെ ഗൾഫിൽ പോയിരുന്നു. ഞാൻ വ്യാപിച്ചു കൊടുത്താണ് അവര് വലുതായത് എല്ലാവരും. ആ 4 മക്കൾക്കും ഇന്നും ആ സ്നേഹം എൻ്റെ കൂടെ ഉണ്ട്. മാമി നമുക്ക് അമ്മയ്ക്ക് തുല്യമെന്നാണ് അവർ പറയണത്. ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ പോലും ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല. ഇതൊക്കെയാണ് കാണിക്കുന്നത്. എന്നെ അടിച്ച് മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ അങ്ങനെ ഈ വഴക്കിൽ ഞങ്ങൾ വീട്ടിൽ പോവേണം. ഒരാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അവരൊക്കെ ജോലിക്ക് വന്നിട്ട് ഒരു അമ്മ എന്ന് പറഞ്ഞ് നിൻ്റെ ഭർത്താവ് ഒരു പെണ്ണിനെയും കൊണ്ട് ചിറയൻകീഴ് വഴി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെണ്ണിനെയും കൊണ്ടുവന്നാ എന്നെങ്ങനെ വെച്ചു. ഒരു പെണ്ണ് പ്രായമൊക്കെ ഉള്ള എന്നാ ചിറയൻകീഴ് ആശുപത്രി കൊണ്ടുവന്നിട്ട് പോയെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് എന്തൊരു ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അന്ന് 23 വയസ്സൊക്കെ ആയപ്പോൾ അതെന്തൊരു പ്രതികരിക്കണമെന്നാ എന്തൊരു പറയണമെന്നാ ഒന്നും യഥാർത്ഥത്തിൽ എൻ്റെ പ്രായമാണ് എന്നെ ഇതിന് പ്രതികരിക്കാൻ പറ്റാതായിപ്പോയത് എനിക്ക്. അപ്പം അന്ന് പിന്നെ ഞാൻ വന്നിട്ട് എനിക്ക് അവരെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭർത്താവുമായിട്ട് പിന്നെ നമ്മൾ ജീവിക്കാൻ പിന്നെ ആ ഒരു മുഖം എൻ്റെ മനസ്സിൽ ഇന്നത് വരെ ഈ നിമിഷം വരെ ഞാൻ ആ മുഖം കാണാൻ ശ്രമിച്ചിട്ടുമില്ല. ഇപ്പോൾ സ്ത്രീ എവിടെയാ? ഇവരെ ഭർത്താവ് അവിടെ വന്നിട്ട് ഇവരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചോ? അവരെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആരുടെ വീട്ടില്? എൻ്റെ ഭർത്താവിന് ഞാൻ ജീവിച്ച എൻ്റെ വീട്ടില്. അവരുടെ അമ്മയൊക്കെ അല്ലേ അവരെല്ലാരും വഴക്കുറയൊക്കെ ചെയ്ത് വഴക്കുറഞ്ഞ് പിന്നെ കയറ്റൂലെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത്. ഇയാളെന്താ ഗുണ്ടയാണോ? അങ്ങനെ തന്നെ ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ
അപ്പോൾ അമ്മയൊക്കെ അടിച്ചോ ഈ സ്ത്രീയെ കൊണ്ടൊന്ന് അവിടെ കയറ്റാൻ വേണ്ടിയിട്ട് അമ്മേനെ പിടിച്ച് തള്ളി അടിക്കൊക്കെ ചെയ്തിട്ടാണ് കയറ്റിയെന്നാണ് അമ്മ പറയണത്. അങ്ങനെയാണ് മക്കളെ ഇവിടെ കയറിയത്. അപ്പോൾ ആ സ്ത്രീക്ക് നാണമില്ലേ അങ്ങനെ വന്ന് താമസിക്കാൻ? അവർക്ക് ഇപ്പോഴും നാണമില്ല. അവരെവിടെ താമസിച്ചത്? ആ സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചു? അത് അങ്ങനെ അവർ താമസിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് വനിതാ സെല്ലിൽ കേസ് കൊടുത്തു. ഇത് പറയോ ആ പെണ്ണെ എത്ര കാലം നിങ്ങളുടെ? അല്ല, അവരിപ്പോ ഞാൻ ഇവിടെ ഇപ്പൊ 4 വർഷം ഞാൻ പിണങ്ങി നിന്ന സമയത്ത് അവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. അത് അവരവിടെ താമസിക്കൊന്നുമില്ല, അവരിങ്ങനെ വരും. അവര് വീട്ടു ജോലിക്ക് പോകണമെന്നും പറഞ്ഞിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് വരണേന്നാണ് പറയണ. അമ്മാവിയും നാത്തുമാരൊക്കെ പറയണ വീട്ടു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നിട്ടൊക്കെയാണ് ഇവരങ്ങ് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിന്നിട്ട്. അവർ ഭർത്താവ് ഉണ്ട്. ഭർത്താവിനെ അറിയില്ലേ? അയാള് പിണങ്ങി. ഈ കാര്യം പറഞ്ഞാണോ ഇതില് അയാളവരെ വേണ്ടെന്ന് വെച്ച് അയാൾ പോയി. അയാൾ ഒരു കൊച്ചിനാണോ വനിതാ സെല്ല് പരാതി കൊടുത്തത്? ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ വനിതാ സെല്ലിൽ പരാതി കൊടുത്ത് പോലീസുമായിട്ട് അവിടെ വന്ന് ഇവരെ വിളിച്ച് അവിടെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് ഇവര് ആ വനിതാ പോലീസുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു എന്നൊക്കെ പറയണു. അപ്പോഴത്തേക്ക് ഇവര് അവരോട് പറയണ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞെന്ന്. ഈ പെണ്ണ് അവരോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെന്ന്. അപ്പൊ അവര് പറഞ്ഞു വനിതാ പോലീസിനോട് ഈ പെണ്ണ് പറഞ്ഞു. അവരുടെ പേരെന്താ? സിന്ധു എന്നാണ്. സിന്ധു. കഴക്കൂട്ടം വനിതാ സെല്ലാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ വരണമെന്ന് പറഞ്ഞ് അവരവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ വന്ന് പറഞ്ഞ് സാറേ അവളെ നമ്മൾ പറഞ്ഞു വിട്ടു, അവളെ വീട്ടുകാരെല്ലാം വന്ന് അവളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യനെയും മക്കളെയും വേണം, ഞാൻ ഇനി അങ്ങനെയൊന്നും പോകില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ ഞാൻ വരണില്ല, വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ഞാൻ താമസിച്ച വീട്ടിൽ ഇനി ഞാൻ അവിടെ താമസിക്കുന്നില്ല, ഇനി ഞാൻ അവിടെ വരേയില്ലെന്ന് പറഞ്ഞു. എൻ്റെ സ്ഥാനം നിങ്ങൾ അവിടെ ഇല്ലാതാക്കി, ഇനി ഞാൻ ആ കൊച്ചുങ്ങളെ മുഖത്തോ അവരെ മുഖത്തോ ആ നാട്ടുകാരെ മുഖത്തോ നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് ഞാൻ വരൂല എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞെങ്കിൽ അവർ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി താമസിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് അന്ന് രാത്രി അവിടെ നിന്നപ്പോഴത്തേക്ക് രാവിലെ ഒരു മൗനമായിട്ട് ഇരുന്നപ്പോൾ ഫോൺ വരുന്നു, അവൾ ആ വീട്ടിൽ കയറി തൂങ്ങിയെന്ന്. ആ വീട്ടിൽ കയറി തൂങ്ങിയെന്ന്. അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടല്ല വന്നത്. അവളെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വന്ന് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ വീട് വരെ പോയിട്ട് വരട്ടു എന്നും പറഞ്ഞങ്ങ് പോവേണ്. അപ്പം ഞാൻ അന്ന് വരാത്തതുകൊണ്ട് ഞാൻ എന്തിനത് പിറ്റേന്ന് രാവിലെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഞാൻ വരണം എന്ന് ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ഇവളങ്ങ് ഒരു ഇരുട്ട് റൂമിലോട്ടങ്ങ് കയറിയങ്ങ് മാറിയങ്ങ് നിന്ന് കളഞ്ഞു. നിന്നപ്പം പിന്നെ ഇവള് വിചാരിച്ച് ഞാൻ ഇവളെ അടിക്കുകയോ വല്ലതും ചെയ്യുമെന്നുള്ള ഇതിൽ ഇവളങ്ങ് അകത്തേറിപ്പോയി. ഞാൻ ചെന്നപ്പോൾ അണ്ണ അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നു. വാതിലിൽ ഞാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അവിടെ വാതിലിൽ കസേരയിട്ടിരിക്കുന്നു. ഞാൻ അവരെ ഒന്നും ചെന്ന് ഒന്നും പറഞ്ഞില്ല. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അപ്പം ഞാൻ വെളിയിൽ നിന്ന് വന്നപ്പം തന്നെ അറിഞ്ഞ് അവൾ അവിടെ ഉണ്ടായിരുന്നു, ഇന്നതൊക്കെ ചെയ്തതുകൊണ്ടാണ് അവ ഇങ്ങനെ വന്നത് എന്നൊക്കെ ഇവരെ. അപ്പം എനിക്ക് അവളെ കണ്ട അവിടെ വെച്ച് അപ്പോൾ എനിക്ക് മുഖം ഞാൻ കണ്ടില്ല, കണ്ടില്ല, അവരൊക്കെ ഞാൻ കണ്ടില്ല. ആ വീട്ടിൽ എൻ്റെ തൊട്ടടുത്ത് കയറി അങ്ങോട്ട് മാറി നിൽക്കണ ഞാൻ കണ്ടായിരുന്നു. ഇതുവരെയ്ക്കും എനിക്ക് ആ മുഖം അറിയാൻ എനിക്ക് കാണണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഞാൻ ചോദിച്ചു. പിന്നെ ചോദിച്ചൊന്നുമില്ല, എനിക്കില്ല മാനസികമായിട്ടില്ല, ഒരുമാതിരി ഭ്രാന്തായിരുന്നു അപ്പോഴും. എന്തേരൊക്കെ പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ അണ്ണനെ പിടിച്ച് പിടിക്കുകയൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഇനി എന്നെ തിരക്കി വരണ്ട, ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിക്കോളാം എന്നും പറഞ്ഞിറങ്ങി പോയിട്ട് പിന്നെ ഞാൻ വന്നില്ല. കുറേ നാളങ്ങ് ഞാൻ അവിടെ പിണങ്ങി നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന്. വേറെ ജോലിക്കോ മറ്റോ പോയോ? എനിക്ക് സ്കൂളിൽ ജോലിയുണ്ട്, ഗോകുലം സ്കൂളിൽ എനിക്ക് ജോലിയുണ്ട്. ആ ജോലിക്ക് പോകും. അപ്പോൾ അത് മോനെ 1 വയസ്സൊക്കെ, എൻ്റെ ഇളയ മോന് 1 വയസ്സ്. പിള്ളേരെയൊക്കെ അവിടെ ചേർത്തിയോ കുട്ടികളൊക്കെ? മൂത്ത മോനാണ് അപ്പോൾ 1-ാം ക്ലാസ്സിലാക്കാറായതായിരുന്നത്. അപ്പോൾ മോനെ അവിടെ 1-ാം ക്ലാസ്സിൽ ചേർത്ത് ഇപ്പോൾ കുറേ നാൾ. നിങ്ങളുടെ 23-24 വയസ്സ് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? 23 വയസ്സ് ആയിരുന്നു മോനെ. അപ്പോഴും ഞാൻ എല്ലാ ജോലിക്കും ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അമ്മയുടെ കൂടെ മേശരി പണിക്ക് പോവുകയും എൻ്റെ മക്കളെ വളർത്തി നല്ലതുപോലെ പഠിക്കുകയും ചെയ്യുന്ന മക്കളാണ്. നല്ലതുപോലെ പാട്ട് പാടുകയും പഠിക്കുകയും പടം വരയ്ക്കാനും എല്ലാം കഴിവുള്ള എൻ്റെ മക്കളെ വളർത്താനായിട്ട് അയാളൊരു സപ്പോർട്ടില്ല. തിരിച്ചു വന്നത് എന്തിനാ? ഭർത്താവ്
അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ദിവസം വന്നായിരുന്നു നമ്മളെ വീട്ടിൽ വന്ന് അവളുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നങ്ങ് 1 മാസത്തോളം ഇറങ്ങി കയറി വരുമ്പോഴത്തേക്ക് ആണ് അമ്മ അച്ഛനും എല്ലാവരും സഹോദരനൊക്കെ പറയും ഇങ്ങനെ വരയണം, അളിയെ ഇങ്ങനെ വരയണം. ആൾക്കാർ വിചാരിക്കും നീ അടുപ്പിച്ചില്ലെങ്കിൽ വിചാരിക്കും നിനക്ക് വേറെ വല്ല ബന്ധവും കാണുമെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് അമ്മ അവളുടെ അടുത്ത് പറയാം, അളിയൻ്റെ കൂടെ ഒന്ന് ഞങ്ങൾ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ താമസിക്കാനൊക്കെ എൻ്റെ സഹോദരൻ ഇപ്പോഴും എന്നെ വഴക്കാണ് പറയണത്. ഞാൻ ഇവിടെ ചെന്ന് നിൽക്കണം, സഹോദരനായാലും അമ്മയ്ക്കായിരുന്നാലും അമ്മ ഇപ്പോഴാണ് എന്നെ അടിക്കണത്. ഇത്രയും അടിക്കണതൊക്കെ ഇപ്പതാ ഇവിടെ ഇരുന്നാണ് അവർ കേട്ടിട്ടുള്ളത്. താവ് വന്ന് വിളിച്ചില്ലേ? ഇല്ല, അങ്ങനെ ഒരു ബന്ധവും ഇല്ല. എന്റെ മുമ്പ് വെച്ച് അവളെ ചീത്ത ചുമ്മാ പറഞ്ഞുകൊണ്ട് വന്നു വെറുതെ. എന്നിട്ട് എന്റെ മുമ്പ് വെച്ച് ഫോൺ വിളിച്ചിട്ടാണ് എനിക്ക് എൻ്റെ മക്കളെ ഭാര്യയായിട്ട് ജീവിക്കണം, നീ എന്തിനടി എന്നെ ശല്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ കയറി പറ്റും. വെറുതെ കാണിക്കും. എന്നിട്ട് കയറി പറ്റിയിട്ട് 2 ദിവസം ജീവിച്ച് കുറച്ച് ദിവസം വീട്ടിൽ താമസിച്ചിട്ട് നമുക്ക് അങ്ങ് പോവാന്നും പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. പോയിട്ട് പിന്നെയും ജോലി ചെയ്യൊക്കെ ഇല്ല, ഒന്നുമില്ല. അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ 3 മക്കളും കൂടെ കഴിച്ചോളണം. അതിലും അവർ ഭർത്താവും കഴിച്ച് കുറെ കൂട്ടുകാരുമായിട്ട് കുടിച്ച് കൂത്താടി അവിടെ വരുമ്പോഴത്തേക്ക് കാശ് കൊടുക്കോ? പൈസ ഇഷ്ടം പോലെ പൈസ. കാശ് അവര് എന്തൊരു ജോലിക്കാണ് പോണെന്ന് അറിഞ്ഞുകൂടാ. അവര് മൊബൈൽ എന്ന് പറയുമ്പോൾ മൊബൈല്, ഡ്രസ്സ്, പോയിട്ട് വരുമ്പോ നല്ല മൊബൈല്, ഡ്രസ്സ്. അപ്പൊ എനിക്ക് മനസ്സിലാവും. ഒരു കവർ അവിടുത്തെ കൊല്ലത്തിലെ പേരൊക്കെ വെച്ചിട്ട് കവറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഉളുപ്പുമില്ല, അല്ലെങ്കിൽ അത് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാമെന്നുള്ളതാണ്. അവളിത് കാണൂലേ. ഒന്നും അല്ലെങ്കിൽ എത്ര ഇതായിരുന്നാലും നമ്മളൊന്ന് നോക്കൂല. ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കയറിങ്ങി വരികയാണ്. അങ്ങ് പോയിട്ട് ഒരു ഉളുപ്പില്ല. അവരെ വീടായതുകൊണ്ടാണ് അങ്ങനെ വരണത്. വന്ന് ഞാൻ കാണാത്ത രീതിയിൽ ആ കവറും ഒക്കെ അവിടെ കൊണ്ടങ്ങ് വെച്ചിട്ട് ഇറങ്ങി പോകും. എൻ്റെ മുഖത്ത് അപ്പോഴൊന്നും നോക്കൂല. എന്നിട്ട് പോയിട്ട് രാത്രിയാകുമ്പോൾ കയറി വരും. രാത്രിയാകുമ്പോൾ അട്ടഹസിച്ച് വിളിച്ച് കൂവിക്കൊണ്ടുവന്ന് ലോഡായി എന്നുള്ള ഭാവത്തിൽ വന്നങ്ങ് കിടന്നുറങ്ങി. ഞാൻ ഒന്നും മിണ്ടാത്തില്ല. സ്നേഹമായിരുന്നോ? പിള്ളേരുടെ അടുത്ത് വലിയ സ്നേഹവും പിള്ളേരോടെയൊന്നും അങ്ങനെ സ്നേഹമൊന്നും ഇല്ല. പിന്നെ മക്കൾ ജനിച്ചു പോയത് എന്നെ വലിയ അബദ്ധമായിട്ടാണ് കാണിക്കുന്നത് പറയുന്നത്. ഞാനും മക്കളും എന്നിലും ഇയാളുടെ അമ്മ നിങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് കുറെ നാൾ താമസിച്ചിട്ടുണ്ടോ? അമ്മ വന്ന്. അതെന്തിനാ വന്നത്? അമ്മ വന്ന് ഞാൻ അണ്ണനായിട്ട് പിണക്ക് വരുന്ന സമയത്ത് ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവരെ പുറത്തൂടെ കല്ല് വന്ന് വീണ്. ഇവിടെ ഇങ്ങനെ മുതുകത്ത് കല്ല് വന്ന് വീണു അയാളുടെ അമ്മയ്ക്ക്. അപ്പം എന്നെ വിളിച്ചിട്ട് അപ്പം വിളിച്ച് അമ്മ ഇങ്ങനെ വയ്യാതെ ആയി, കല്ല് വന്ന് വീണെന്ന് പറഞ്ഞു. അവിടെ നോക്കാനുമില്ല. അപ്പൊ അമ്മ വീട്ടിലോട്ട് വന്നു. അമ്മ അങ്ങനെ എൻ്റെ അടുത്ത് വീട്ടിൽ അങ്ങനെ വരെയല്ലേ ചെയ്ത് അങ്ങനെ ആശുപത്രി അങ്ങനെ ഇങ്ങനെ കല്ല് വീണെന്ന് പറഞ്ഞ് ആശുപത്രി പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അമ്മ. അപ്പോൾ അവിടെ ആരുമില്ല പിന്നെ നോക്കാൻ. ഇവരെല്ലാവരും ഭർത്താവിൻ്റെ കൂടെയൊക്കെ പിണങ്ങി, നാത്തൂന്മാരും മക്കളൊക്കെ അവർ വലുതായപ്പം ഭർത്താവിൻ്റെ സ്വഭാവം അറിഞ്ഞ് അവർക്ക് നിൽക്കാൻ വയ്യ. അവർ അറിവ് വെച്ച് വന്നപ്പോൾ അവരൊക്കെ അവരോരോ കാര്യങ്ങൾ നോക്കി എല്ലാവരും പോയി. പിന്നെ ഞാനും ഇല്ല. ഞാനാണ് അവർക്കൊരു അഭയമായിരുന്നു. ഞാൻ പോയപ്പോഴത്തേക്ക് അവരും അവരെ കാര്യങ്ങളൊക്കെ നോക്കി പോയി. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങ് വാ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. എൻ്റെ ഭർത്താവ് എന്നെ നോക്കിയിട്ട് പോലുമില്ല. എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ചത്. കാരണം ഭർത്താവ് നോക്കിയില്ലെങ്കിൽ അവർ ഒരു ദിവസമെങ്കിലും നമുക്ക് വേല ചെയ്ത് നമുക്ക് ആഹാരം തന്നവരാണ്. അവരെ നോക്കി ഞാൻ അവിടെ നോക്കി 6 മാസത്തോളം അവരവിടെ നിന്നപ്പം ആ ഒരു രീതിക്ക് പയ്യെ വരാൻ തുടങ്ങി. അമ്മയെ കാണാൻ എന്ന നിലയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ മിണ്ടാനും വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളായിട്ടൊരു ബന്ധം കൂടാനല്ല ഞാൻ അവരെ നോക്കിയത്. അവർക്ക് എന്നാവുമെന്ന് പറയുന്ന സമയത്ത് അവർക്ക് വരണമെന്ന് തോന്നുമ്പോൾ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അതുവരെ ഞാൻ പറഞ്ഞു വിടേയില്ല. അവർക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് തോന്നണം അപ്പോഴും വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇതുവരെ നോക്കി അമ്മേനെ അടിച്ചവിടെ ഇട്ട്. എൻ്റെ ഒരു മന്യ നാട്ടിൽ വന്നിട്ട് സ്വന്തം അമ്മേനെ വന്ന് അടിച്ച മോനാണ്. അതെന്തിനാ അടിച്ചത് അമ്മ അവിടെ വന്ന്? അത് എന്നെ അവഗണിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് എന്തൊരു കാര്യം ഇവിടെ കയറി നിൽക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടിച്ചോണ്ടേ നിങ്ങളെല്ലാം പോയി അടിക്കരുതെന്നൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ ചെന്ന് പിടിച്ച് എന്നെ അടിച്ച് അമ്മ പറഞ്ഞ് ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ്, സജീവ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ്, നീ അവരെ ഇങ്ങനെ റോഡിലൊക്കെ വെച്ചാണ് അടിച്ചത്. അപ്പോൾ ആൾക്കാരും ഒക്കെ കണ്ട് അങ്ങനെ വിളിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അങ്ങ് മിണ്ടി. അങ്ങനെയാണ് പിന്നെ ഇപ്പം പോയി ഒരു 8 മാസമേ ആയുള്ളൂ നല്ലോണം താമസിക്കാൻ തുടങ്ങിയിട്ട്.